ഈ ഒരു ചേട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ ലക്ഷങ്ങൾ ലോസ് വന്നിട്ട് എൻ്റെ അടുത്ത് കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞ് വന്നൊരു ചേട്ടനാണ്. എന്നോട് കുറേ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് കുറേ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ എടുത്ത് പറയുന്നൊരു കാര്യം, ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. ഫ്യൂച്ചറിൽ ഞാനത് എഴുതും, എക്സാം എഴുതും, പാസ്സാവും, അത് വേറെ കാര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതി. ഞാൻ നിർബന്ധിക്കില്ല, കാരണം ഇത് സ്കില്ലാണ്. ഇതൊരിക്കലും നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. സമയമെടുത്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്യാം. 4 വർഷം തിയറി ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയത്, കുറേ കോഴ്സ്, നല്ല 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 എമൗണ്ടിൻ്റെ കോഴ്സെല്ലാം കുറേ എടുത്തായിരുന്നു. അതിങ്ങനെ പഠിച്ചുകൊണ്ട് പോയി. പക്ഷേ ലൈവ് മാർക്കറ്റിലൊന്നും ഇരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ആ കിട്ടിയ ടൈം ഇപ്പോൾ 4 വർഷത്തിലൊരു 6 മാസമേ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടുണ്ടാവും, ചാർട്ട് നോക്കിയിട്ട് 6 മാസം. ഇനി ഒരു 3 മാസം കണ്ടിന്യൂ ഫ്രീ ആണ്, അപ്പോഴേക്കൊന്ന് സെറ്റാകുന്നത്. ഇത് ഒരു എഡ്ജ് കിട്ടിയത് സാറിൻ്റെ ഈ ടെലിഗ്രാമിൽ കുറേ ക്ലാസ്സും കാര്യങ്ങളില്ലേ, ഈ ഒരു എൻട്രി സെറ്റപ്പ് ടെക്നിക്ക്, ഇത് മാത്രം എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല. അങ്ങനല്ല, അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ടേണിംഗ് പോയിന്റ് അറിയുന്നില്ല, അത് സാറിൻ്റെ ഈ കോഴ്സ് തന്നെ. ഇതന്നെ ഇല്ലെങ്കിൽ ഈ കോഴ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എന്ത് പറഞ്ഞത് ഇങ്ങനെ എന്തിനാ പറഞ്ഞത്, കണ്ട യൂട്യൂബിൽ കണ്ട വേറെ റാൻഡം വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിട്ട് സാറിൻ്റെ ആ കോഴ്സ് എടുത്തതിൽ സെറ്റായി ഒരു ഓക്കെ. ഇപ്പം ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാം. ഇത് മൂപ്പരാൾ സ്വന്തമായിട്ട് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് കിട്ടിയ കാര്യങ്ങളാണ്. പ്രോഫിറ്റ് ഇനി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ ആ പ്രോസസ്സാണ് പ്രധാനം. ഒറ്റയ്ക്ക് എടുത്ത കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സെറ്റപ്പ് വെച്ചിട്ട് മൂപ്പരാൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക സ്റ്റുഡൻസും. ബ്രോ, നല്ല ക്ലാസ് ആയിരുന്നല്ലോ, നല്ലോണം മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ ക്യാൻഡിഡേറ്റ് നമ്മൾ എങ്ങനെയാണ് വായിക്കണേ എന്നുള്ളത് ബ്രോ കറക്റ്റായിട്ട് പറഞ്ഞു തന്നുണ്ട്. അത് ഒരുപാട് താങ്ക്സ് കേട്ടോ.